എന്തുവായി പണിതിട്ടിരിക്കുന്നത്? ഇതൊരു ഒമിനി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഈ ഫോട്ടോ കണ്ടാ, ഈ ഫോട്ടോയിലുള്ള വണ്ടിയാണ് ഇതേ ഈ ഒരു രൂപത്തിലെ ഒരു സോഫയാക്കി മാറ്റിയിരിക്കുന്നത് അല്ലെ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സോഫയാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു ഒമിനിയാണ് നമ്മൾ അർജുൻ ബ്രോ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു ഫോട്ടോ രൂപത്തിലേക്കാവും നമ്മുടെ വണ്ടി ഒരു 2 മാസം കഴിയുമ്പോൾ. എന്തായാലും ഞാനത് വൃത്തിയായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സംഭവം ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഈ വണ്ടിയുടെ പേര് ആദ്യം പറഞ്ഞു കൊടുത്തേ. ശരിക്കും പറഞ്ഞാൽ ഓസ്റ്റിൻ മാർട്ടിൻ എന്ന് പറയുന്ന വണ്ടിയല്ലോ, പഴയ വിന്റേജ് വാഹനം. അതാണ് നമ്മൾ അത് വാങ്ങിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. എത്ര രൂപ വരും? ഏകദേശം 17 ലക്ഷം രൂപയൊക്കെ സെക്കൻഡ് വണ്ടികൾക്ക് ഇപ്പൊ നിലവിൽ മാർക്കറ്റ് ഉണ്ട്. ഏകദേശം 17 ലക്ഷം രൂപ വന്നു. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, സ്വന്തമായിട്ട് ഒരെണ്ണം അതിന്റെ കാൽ പൈസ ഒക്കെ ഉണ്ടാക്കി എടുക്കാന്ന് ഓർത്തത്. അങ്ങനെ തന്നെ പോയൊരു ഒമിനി അങ്ങ് എടുത്ത് ഒമിനി 2006 മോഡൽ MBF ആണ്. നമ്മൾ പേപ്പർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് ഫുള്ള് ഇത് ഈ ഷേപ്പിലേക്ക് മാറ്റി. അതായത് ഒമിനിയുടെ ഡ്രൈവർ സീറ്റ് ഇവിടെ ഇരിക്കുന്നത്. അതായത് ഇവിടെയാണ് ഒമിനിയുടെ ഡ്രൈവർ സീറ്റ് വരുന്നത്. ഡ്രൈവർ സീറ്റ് അപ്പുറം വരും, ഡ്രൈവർ സീറ്റ് ഇവിടെ വരും, സ്റ്റിയറിംഗ് സാധനങ്ങളെല്ലാം ഇവിടെയാണ് ഫ്രണ്ട്. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് പുറയിലേക്ക് നമ്മൾ നീളം കൂട്ടി, പുറകോട്ട് നീളമാക്കി. കാരണം ഈ വണ്ടിയുടെ മെഷർമെന്റ് ഇത് 4 സീറ്റർ ആയിട്ടാണ് പ്ലാൻ ചെയ്തേക്കണം. അപ്പൊ അതിനനുസരിച്ച് ആൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ലെങ്ത് വേണം. അതായത് ഒരു ഒറിജിനാലിറ്റി കിട്ടണം. എഞ്ചിൻ കാണിച്ചു തരാം. അതെ ഇത് കണ്ടോ, അതെ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഒമിനിയുടെ എഞ്ചിൻ ഇരിക്കുന്നത്. നമ്മുടെ ഡ്രൈവറും കോ ഡ്രൈവറും ശരിക്കും ഇതിന്റെ മേളിലാണ് ഇരിക്കുന്നത് അല്ലേ. എഞ്ചിന്റെ ഹോളാണ് നമ്മൾ സാധാരണ ഒമിനി സീറ്റ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് ഇവിടെ വരും, ഇതിന്റെ ബാക്കിലായിട്ട് വരും ഒറിജിനൽ സീറ്റ് വരും. അതായത് ഇവിടെ വരും അല്ലേ. അതായത് ഡ്രൈവർ സീറ്റ് ഇവിടെ വരും. നമ്മൾ ഇവിടെ ആയിട്ട് കസ്റ്റം ചെയ്ത് ഡ്രൈവർ സീറ്റ് ആക്കും. ബാക്കിൽ ബെഞ്ച് സീറ്റ് ആണ്, ബെഞ്ച് സീറ്റ് ആക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇനി സ്റ്റിയറിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഇതൊക്കെ മാറ്റുമോ നമ്മളിനി? ഇത് സ്റ്റിയറിംഗിന്റെ പൊസിഷൻ ഇതാണ്. ഇനി ബോക്സ് മാറ്റാനുണ്ട്. പിന്നെ ഗിയർ, ക്ലച്ച്, ബ്രേക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ബാക്കിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഇവിടെ കണ്ടോ, അതെ അടിപൊളിയായിട്ട് ഫ്രെയിം വർക്ക്. അതായത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫൈബർ ആണ്. ശരിക്കും നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ തകിടെ പണിയാനുള്ള പാച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കഴിവ് നമുക്കില്ല. അപ്പൊ നമുക്ക് എളുപ്പപ്പണിയാണ്. ശരിക്കും പറഞ്ഞാൽ ബോഡിയൊക്കെ ബെൻഡ് ചെയ്തെടുക്കാൻ പാടാ, തകിടെ ബെൻഡ് ചെയ്യാൻ പാടാ. പക്ഷേ അതിനെക്കാട്ടി ഫിനിഷിംഗ് വരും അല്ലേ. രണ്ട് ലെയർ ഫൈബറും കൂടെ വരാനുണ്ട്. അപ്പോഴത്തേനും നോർമൽ ബോഡിയിലേക്ക് വരും. വേണ്ടി പുട്ടിയിട്ട് ലെവൽ ചെയ്ത് നീറ്റ് ആക്കി എടുക്കും. ഇവിടെ എന്താ ഒരു സംഭവം, ഡിക്കിയൊക്കെ ഉണ്ട് കേട്ടോ. വൻ സെറ്റപ്പ് ആട്ടോ, അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് 4 സീറ്റ് കയറാനുണ്ട്. അതേപോലെ തന്നെ ഇനി മേളോട്ട് എന്തുവാ, മേളോട്ട് അതുപോലെ തന്നെ ക്യാൻവാസ് വരും, പടുത വരും. അതായത് നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ പടുതയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വരും കേട്ടോ. ഫുള്ള് കറക്റ്റ് പോലെ നിങ്ങൾ ആദ്യം കണ്ട ഒരു വണ്ടിയുടെ രൂപത്തിലേക്ക് എന്തായാലും ഈ വണ്ടി ഇറങ്ങും അല്ലെ. അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു അക്വേറിയം ഉണ്ടല്ലോ, ഒരു വില്ലീസിന്റെ മോഡൽ. വില്ലീസ് ആണോ ഇത്? ഒറിജിനൽ ഗ്രില്ലും കാര്യങ്ങളെല്ലാം ഒറിജിനൽ വില്ലീസിന്റെ ആണ്. അതെ നോക്കിയേ, ഒറിജിനൽ ജീപ്പിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണല്ലേ. കസ്റ്റം, പുള്ളിയുടെ ഷോപ്പിന്റെ പേരൊക്കെ അടിച്ചിട്ടുണ്ട്. കസ്റ്റം മീനിയൊക്കെ അല്ലേ, കസ്റ്റം മീനിയൊക്കെ എന്നാണ് പുള്ളിയുടെ ഷോപ്പിന്റെ പേര്. നോക്കിയാൽ നല്ല അടിപൊളിയായ രീതിയിലൊരു അക്വേറിയം ആണ്. അങ്ങനെ നമ്മുടെ ആ ഒരു ജീപ്പിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞൻ ജീപ്പ്. ഇത് നമുക്ക് സൈക്കിളിന്റെ പെടലൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ അകത്ത്. ഇത് നമുക്ക് ചവിട്ടാൻ പറ്റുന്ന ടൈപ്പ് ആണല്ലേ. ഇപ്പൊ എന്താ ഒരു ചെയിൻ ഒക്കെ കിടക്കണോ? ഇടാൻ പറ്റുമല്ലേ. അപ്പൊ അതെ ആ സൈക്കിളിന്റെ രൂപത്തിൽ നമുക്കൊരു ജീപ്പ്, അതായത് സിമ്പിൾ ആയിട്ട് ഓടിക്കൊണ്ടു. അതായത് പോക്കറ്റിന് അതനുസരിച്ചാണ് റേഷ്യോ കൊടുത്തേക്കുന്നത്. അപ്പൊ ചെറിയ പിള്ളേർക്കാണെങ്കിലും ചവിട്ടാൻ പറ്റും. അപ്പൊ അതെ നല്ല അടിപൊളിയായിട്ട് സൈക്കിളിന്റെ അടിപൊളി. ഇത് നോക്കിയാൽ അപ്പൊ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വില്ലീസിന്റെ ജീപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു ഇലക്ട്രിക്കിന്റെ സ്കൂട്ടറാണ്. ഇതൊക്കെ ഒരു വൻ വെറൈറ്റി ആണ് കേട്ടോ. നോക്കിയാൽ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സിസ്റ്റം ആണോ വെച്ചിരിക്കുന്നത്? ഇത് പഴയ ഒരു വിന്റേജ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സാധനങ്ങളാണ്. അതായത് പാർട്സ് മേടിച്ച് നമ്മൾ അസംബ്ലി ചെയ്തെടുത്ത ഹബ്ബും കാര്യങ്ങളൊക്കെ. മോട്ടോർ വരുന്നത് ഹബ് മോട്ടറാണ്. ഓക്കെ, നമ്മള് പൈസ ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ പഴയ ബൈക്കിന്റെ തന്നെ ബാറ്ററി വെച്ചിട്ടുണ്ട്. എത്ര വെച്ചിട്ടുണ്ട്? അത് 4 48 വോൾട്ട്. അതേ നോക്കിയാൽ 4 ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ലിഥിയം അയൺ ബാറ്ററി വരേണ്ടത്. അതെ, നമുക്ക് ചെലവ് കുറയ്ക്കാൻ വേണ്ടി. എത്ര നേരം കിട്ടും? 30 കിലോമീറ്റർ ഒക്കെ ഓടും. 30 കിലോമീറ്റർ ഓടും. ഈ ഫോട്ടോ കണ്ട, ഈ ഫോട്ടോ വണ്ടിയാണ് ഇത് ഈ ഒരു രൂപത്തിലെ ഒരു സോഫയാക്കി മാറ്റിയിരിക്കുന്നത് അല്ലെ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സോഫയാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു വണ്ടിപ്രാന്തന്റെ വീട്ടിലും ഈ ഒരു സാധനം വേണം. എനിക്കൊരെണ്ണം ഉണ്ടാക്കി തരണം കേട്ടോ, എന്റെ വീട്ടിൽ വെക്കാനായിട്ട്. അപ്പൊ അതേ നോക്കിയേ, കിഡിലൻ ആയിട്ട് രീതിയിൽ വിത്ത് ഫുൾ ഒറിജിനാലിറ്റി. അതായത് ഈ ഒരു ഭിത്തിയുടെ അപ്പറയാണ് ബാക്കി വണ്ടി കിടക്കുന്ന നമുക്ക് തോന്നുള്ളൂ. ആ ഒരു രീതിയിലേക്കാണ് ഈ ഒരു സംഭവം. അതായത് ഏത് വണ്ടിയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞത്? ഇത് 118 ഓൾഡ് മോഡൽ ആ വണ്ടിയാണ്. ആ വണ്ടി എടുത്ത് സ്ക്രാപ്പ് പോലെയൊക്കെ എടുത്ത് എത്ര രൂപയ്ക്ക് എടുത്ത്? ഇത് ശരിക്കും നമ്മള് തൃശ്ശൂരിന്ന് 18 രൂപയ്ക്ക് മേടിച്ച 18,000 രൂപയ്ക്ക് മേടിച്ച്. എത്ര രൂപ? ഇന്നിപ്പോ ആ വിലക്ക് കിട്ടില്ല, ചേട്ടത്തില്ല. ഞാൻ മേടിക്കുന്നത് ഒരു 3 കൊല്ലം മുമ്പ്. ഏത് എഞ്ചിനൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല
ബോഡി മാത്രം. ബോഡി മാത്രം 18 രൂപ. ഈ ടയറും വീലും കാര്യങ്ങളൊന്നുമില്ല, ഈ കാലി ബോഡി മാത്രം 18 രൂപയ്ക്ക് മേടിച്ചാൽ. അപ്പോഴേ പലരും ഇപ്പൊ ചിന്തിക്കുവേ പ്രാന്താണോ എന്ന് ചിന്തിക്കും. അതായത് വട്ടാണോ 12 രൂപയ്ക്ക് നല്ല അടിപൊളി പ്രീമിയം സോഫ കിട്ടും. ആ സമയത്ത് ഇത് മേടിച്ചു. പക്ഷേ ഈ വണ്ടി ഇതൊരു ക്രൈസ് ആണ് കേട്ടോ. കാരണം പുള്ളിക്കാരന്റെ ഒരു കസ്റ്റം ചെയ്യുന്ന ഒരു ഷോപ്പാണ്. അപ്പൊ അവിടെ തന്നെ പുള്ളി വണ്ടിയിൽ ഒരു കസ്റ്റമൈസേഷൻ നടത്തുന്നത് അല്ലെ, ആ ഒരു രീതിയിലൊരു സംഭവം അവിടെ സെറ്റ് ചെയ്തിട്ട് നല്ല സംഭവം ഒരു രക്ഷയില്ല. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ കാണുന്ന മുതൽ ഇതെന്ത് ഏത് വണ്ടിയത്? സഫാരി. എത്ര ആളെ നമ്മൾ ചെയ്തിട്ട്? 2 വർഷമായി. അതായത് ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നിങ്ങളിപ്പോ ഈ പുറകെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സഫാരി. ഇത് നമ്മുടെ അടുത്ത് ബോഡി എടുത്താണോ? ബോഡി എടുത്തിട്ട് നമ്മൾ ഈ രീതി പണിത്. കാലിബോഡി ഇതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് ചേസും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കി ക്രെയിനിനെടുത്ത് സെറ്റ് ചെയ്തു. എന്റെ പൊന്നെ, ഇനി ഇത് ഇറക്കണോ? ഇനിയിപ്പോ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഇറക്കാം. അതെ, അത് മൊത്തം ഒരു പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്, ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം അല്ലെ, ക്ലീൻ ആക്കി എടുക്കാനാ. നോക്കി എന്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അല്ലേ. ഈ ഒരു വണ്ടി കാണുമ്പോഴേ ഈ ഒരു ഏരിയയിൽ എല്ലാവരും അടയാളം പറയുന്നത് ഈ വാഹനമാണ്. ഈ ഒരു വലിയ വണ്ടി വെച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ടീം കസ്റ്റമേനിയാക്കിന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ ഒരു സാധനമാണ് ഈ ഒരു ഏരിയ, നമ്മുടെ തൊടുപുഴ ഏരിയയിലെ ഹൈലൈറ്റ് സാധനം അല്ലെ. അപ്പോ കണ്ടല്ലോ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വർക്ക്ഷോപ്പാണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന മെയിൻ വർക്കുകൾ എന്തൊക്കെയാണ്? നമ്മുടെ എല്ലാ വർക്കും, അതായത് 4 വീലറിന് എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യും. കസ്റ്റമൈസേഷൻ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്, പാച്ച് വർക്ക്, അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. നീറ്റായിട്ട് എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും പെയിന്റിംഗ്, പാച്ച് വർക്ക്, അതേപോലെ തന്നെ മെക്കാനിക്കൽ പണി എല്ലാ പരിപാടിക്കും പിള്ളേർ വിളിക്കും, സെറ്റ് ആയി കൊടുക്കണം. അവരുടെ ആഗ്രഹം അനുസരിച്ച് വണ്ടി കൊണ്ട് കൊടുക്കണം. ഉറപ്പല്ലേ? വർക്ക്ഷോപ്പിന്റെ പേരിന്റെ അർത്ഥം തന്നെ അതാണ്, കസ്റ്റമൈനാക്കുള്ളത് ഇച്ഛാനുസൃതം. കസ്റ്റമറുടെ ഇച്ഛ അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കും. അതായത് ശരിക്കും പുള്ളി ഒരു വണ്ടിപ്രാന്തനാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണില്ലേ, പുള്ളി ഒരു ശരിക്കും ഒരു ടോപ്പ് വണ്ടിപ്രാന്തൻ, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഒരു ബൈ കൊടുത്തേക്ക്. ബൈ.